നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കിയ പ്രശ്നമായി രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളാകെ കണ്ടൊരു കാര്യമാണ് ബാബറി മസ്ജിദ് തകർത്ത സംഭവം. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നടപടികളുമായി BJP മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നാം കേട്ടു. നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. ഇതിൻ്റെ മൂലകാരണക്കാരൻ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഞങ്ങൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നതായി നമ്മൾ കേട്ടു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ തരത്തിലുള്ളത് കാണാൻ നമുക്ക് സാധിക്കും. വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തണിയുക, വർഗീയതയുടെ അതേ ഭാഷയിൽ സംസാരിക്കുക, ആ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് നിങ്ങളതല്ല ഞങ്ങളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുക. പശുവിൻ്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ പശുവിനെ ഗോമാതാവായി കണക്കാക്കിയത് ഞങ്ങളാണ് ആദ്യം മുതൽക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എരിവ് കൂട്ടാൻ കോൺഗ്രസ് രംഗത്ത് വരിക. ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള അനുഭവങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി സംഭവിച്ചതെന്താണ്? വർഗീയതയെ നേരിടേണ്ട രീതിയിൽ നേരിടാതിരുന്നപ്പോൾ, വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വർഗീയ ശക്തിയെ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു ധാരണ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് BJP പ്രധാന ശക്തിയായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം BJP പ്രധാന ശക്തിയായി മാറിയത്. അവിടങ്ങളിലെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രധാന ശക്തി. പക്ഷേ ഇപ്പോൾ BJP-യാണ്. ഇതാണ് കാരണം. ഈ നിലപാടാണ് അവരെ ആ നിലയിലേക്ക് എത്തിച്ചത്. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അനുഭവം നാം ഓർക്കണം. ഇവിടെ വർഗീയതയെ നേരിടുമ്പോൾ അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണരുത്. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിരിടാൻ പറ്റണം. മതനിരപേക്ഷത സംരക്ഷിക്കുമ്പോൾ വർഗീയതയുമായി ഒരു തരത്തിലും സമരസപ്പെടാതിരിക്കണം. എന്നാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? അവരെല്ലാ ഘട്ടത്തിലും 4 വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുചേരാമെന്നാണ്.